നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബഡ്ജറ്റ് വീക്കിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. അപ്പം നമ്മളെ മാർക്കറ്റ് യൂണിയൻ ബഡ്ജറ്റിൻ്റെ സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യും, അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, അതുകൂടാതെ റിലയൻസും HDFC ബാങ്കിൻ്റെ ഒരു വ്യൂവും കൂടെ ചേർത്തുള്ളൊരു വീഡിയോ ആണിത്. ഈ ആഴ്ച വരാൻ പോകുന്ന മൊത്തത്തിലുള്ളൊരു വ്യൂ, നമുക്ക് മാർക്കറ്റ് ഏത് ലെവലിന് മുകളിലോട്ട് പോയാൽ എങ്ങോട്ട് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് വീക്കിൻ്റെ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ റിവ്യൂ തന്നെ തുടങ്ങാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി 26-ാം തീയതി, അതായത് വെനസ്ഡേ 26-ാം തീയതി ബുധനാഴ്ച എക്സ്പയറിയുടെ അന്ന്, കഴിഞ്ഞ ജൂൺ മാസത്തെ എക്സ്പയറിയുടെ അന്ന് തൊട്ട് അവൻ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ചാർട്ട് നിങ്ങൾക്ക് വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 53,250 ഭാഗത്തും, അടുത്തത് 53,250, അതും താഴെയാണെങ്കിൽ 52,000 എന്ന് പറഞ്ഞ എന്താണ്, 52,000 അല്ല, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 52,180 ഈ ഒരു ഏരിയ തന്നെ കിടന്ന്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1,100 പോയിന്റിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ഈ ഒരു കൃത്യമായ ആ ഒരു റേഞ്ച് തന്നെ ബാങ്ക് നിഫ്റ്റിയും കളിച്ചിരിക്കുന്നത്. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റിൻ്റെ ഈ ഒരു ഡൗൺവേർഡ് മൂവിന് ശേഷം, ഇതാണ് ബഡ്ജറ്റിൻ്റെ മൂവ്, ആ ഒരു നമ്മുടെ എന്തുവാണ്, ആ ഒരു ബഡ്ജറ്റിൻ്റെ കൃത്യമായിട്ടുള്ള മൂവ് എന്ന് പറയുമ്പം ഇതായിരിക്കും കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ്. നമ്മളെ ഇലക്ഷൻ്റെ ആ സമയത്തുള്ള മൂവിൽ താഴേക്ക് വന്നു, പിന്നെ ഒരു മല കയറി പടി കയറി മല പോലെ പോകുന്നു എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു കയറ്റമായിരുന്നു. ആ ബഡ്ജറ്റിൻ്റെ എക്സിറ്റ് പോലുള്ള ഹൈയും ബ്രേക്ക് ചെയ്ത് പുതിയ ഏകദേശം പറയുകയാണെങ്കിൽ 24,838 അതുവരെ നിഫ്റ്റി ഹൈ അടിച്ചു. കൃത്യമായി നിഫ്റ്റി കൃത്യമായിട്ട് കയറി. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ലപ്പാ, ബാങ്ക് നിഫ്റ്റി അവിടെ തന്നെ നിൽക്കണത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ആണെങ്കിലോ, ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ കൃത്യം 24,000 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിനും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എത്ര ദിവസമായി, 23,580, 600 എന്ന് പറഞ്ഞ ഭാഗത്ത്, ഇത് ഞാൻ കുറച്ചുകൂടെ താഴേക്കാം, 520, 24,020 എന്ന് പറഞ്ഞാൽ ഏകദേശം 520 പോയിന്റ് തന്നെ ഫിൻ നിഫ്റ്റിയും കടന്ന് കളിച്ച്. സത്യം പറഞ്ഞാൽ നിഫ്റ്റി മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചകളിൽ കയറിയത്. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഏകദേശം ഒരേ റേഞ്ച് തന്നെയാണ്. സോ അതുകൊണ്ട് മൂവ്മെൻറ്റ് വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് വരാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിയും ഒക്കെ ആയിരിക്കും. നിഫ്റ്റിക്ക് മൂവ്മെൻറ്റ് വരില്ല എന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് വരണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിക്കായിരിക്കും മൂവ്മെൻറ്റ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് പോകാമോ? അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ 23-ാം തീയതി ജൂണിൻ്റെ ആ വീക്ക്, അതായത് 27-ാം തീയതി 26-ാം തീയതിയാണ് നമ്മുടെ ഈ ബാലൻസിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ 23-ാം തീയതിയുള്ള ആ വീക്കിൽ നിഫ്റ്റി നല്ലൊരു ട്രെൻഡിങ് അപ്സൈഡ് വീക്കായിരുന്നു. ആ വീക്കിൽ പറയണമെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ നിഫ്റ്റി ആ ഒരു 53,000 ഒക്കെ വരെ അവൻ പോയി. കൃത്യം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 53,220 ഭാഗത്തൊക്കെ പോയിട്ട് POC ഫോം ചെയ്തത് 53,125 അതിനുശേഷം ഈ ഒരു 3 ആഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ 3 ആഴ്ചത്തെ പ്രൊഫൈലിൽ മെർജ് ചെയ്യാണ്. ഒന്നും കൂടെ ഞാൻ ഒന്ന് മെർജ് ചെയ്യുകയും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ജൂലൈ മാസത്തെ ആദ്യത്തെ 3 ആഴ്ച, ഈ വരാൻ പോണ 4ാമത്തെ ജൂൺ മാസത്തിൻ്റെ, നമ്മളെ ജൂലൈ മാസത്തിൻ്റെ എക്സ്പയറി പൊസിഷൻ്റെ ആദ്യത്തെ 3 ആഴ്ചയും ഈ ട്രെൻഡിങ് വീക്ക് പ്രൊഫൈലിനകത്ത് തന്നെയാണ് അവൻ കിടന്ന് കളിച്ചത്. കുറച്ച് 52,800 മുകളിൽ 53,151 വരെ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ കൂടി അവന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ഒരു 52,200ഉം 53,250 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ തന്നെ കിടന്ന് കളിച്ചു. ഇതിൻ്റെ POC വന്നിക്കിടന്ന് 52,605 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, 52,200, 53,200 എന്ന് പറഞ്ഞ ആ ഒരു 1000 പോയിന്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ് 4-5 ആഴ്ചകളായിട്ട്. സോ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഷോർട്ട് സ്ക്യൂവിനൊക്കെ എല്ലാം
നമ്മുടെ SD ബാൻഡുകളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ബോളിംഗർ ബാൻഡൊക്കെ സ്ക്യൂസ് ആവുന്നത് പോലെ ബാൻഡ്സുകളെല്ലാം സ്ക്യൂസ് ആയിരിക്കണം. നമുക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഈ പല കളറുകൾ വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലോഷൻ മൂവ് വരുന്ന സമയത്ത് വളരെ രീതിയിലുള്ള വൈഡായിട്ടുള്ള മൂവ്മെൻറ്റിലേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,958 എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് സോൺ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സപ്പോർട്ട് സോൺ ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ, അതിന് താഴെ നല്ല സെൽ ഓഫ് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,557 അതിന് താഴെ 51,158 വരാം. അപ്പോൾ എന്താണ് 51,951 ഈ ഒരു സപ്പോർട്ട് സോണ് അത് പൊട്ടുകയാണെങ്കിൽ 51,557 51,156 വരാം. അതിന് താഴെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു POC, അതായത് 9, അതായത് നമുക്കറിയാമല്ലോ ഇലക്ഷൻ്റെ ആ വീക്കിൽ വന്ന 49,980 എന്ന് പറഞ്ഞാൽ ഈ POC ആണ്, വിർജിൻ POC ആണ് നിൽക്കുന്നത്. അത് ഈ 51,156 പൊട്ടുകയാണെങ്കിൽ ഈ വിർജിൻ POCയിലേക്കുള്ള ഒരു ട്രിപ്പ് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,760 മുകളിൽ ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ 53,162 അതിന് മുകളിൽ 53,556 പോവാം. പ്ലസ് ഒരു കാര്യം ഓർത്തോളുക, നമ്മൾ ഈ റേഞ്ച് ആയതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 53,250 52,200 ഈ ഒരു റേഞ്ച് 1050 പോയിൻ്റാണ്. അപ്പോൾ 53,250 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 54,300 വരെ പോകാനും 52,200 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 51,150 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ വരാനുള്ള ചാൻസും നമുക്ക് വളരെയധികം കൂടുതലാണ് ബാങ്ക് നിഫ്റ്റി. ഈ 156 നമ്മളൊരു ബാൻഡിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ 156 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 49,980 എന്ന് പറഞ്ഞാൽ ഈ 50,000 ഏരിയയിലേക്കൊരു ടെസ്റ്റ് വളരെയധികം ഫാസ്റ്റിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, 53,563 മുകളിലോട്ട് പോവുകയാണെങ്കിൽ 54,300 അതിന് മുകളിൽ സ്കൈ ഈസ് ഹൈ എന്ന രീതിയിൽ 55,400 വരെ പോകാനും ബഡ്ജറ്റിന് ശേഷമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെല്ലാം ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ ബഡ്ജറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ മൂവ്മെൻറ്റ് വരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലെ ഷോർട്ട് സ്ക്യൂസ് വളരെയധികം ബാൻസുകളൊക്കെ സ്ക്യൂസ് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ കിടില മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഫിൻ നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ അറിയാം. ഫിൻ നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിക്കുകയാണ്. ഫിൻ നിഫ്റ്റി നോക്കേണ്ടത് 23,891 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിന് മുകളിൽ ഫിൻ നിഫ്റ്റി വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,000 മുകളിൽ പോകാനും അതിന് മുകളിൽ 24,400 24,500 വരെയുള്ള ചാൻസ് ഫിൻ നിഫ്റ്റി കൂടുതലാണ്. ഇനി സെക്കൻഡറി കേസ് എന്ന് പറയുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിക്ക് 23,414 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അത് പൊട്ടുവാണെങ്കിൽ 23,000 23,000 താഴെ 22,340 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC സോണും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഫിൻ നിഫ്റ്റി കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും നല്ലൊരു കിടില മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഈ ബഡ്ജറ്റ് വീക്കിലി വളരെയധികം സാധ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ലെവലൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പോകണമെന്ന് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ വീക്കാണ്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വീക്കിലി ബേസിസിൽ ഇങ്ങനെ കയറി ആശയം പോകുന്നതല്ലാതെ ഒരു കൃത്യമായൊരു കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,500, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഓൾമോസ്റ്റ് ലോവസ്റ്റ് ഓഫ് ദ വീക്കിൻ്റെ ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീക്കിൽ 24,500 നിഫ്റ്റിയെ സംബന്ധിച്ച് 24,646 650 മുകളിൽ നിന്നാൽ മാത്രമേ ഇനി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉള്ളൂ. 24,650 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 25,000 അതിന് മുകളിൽ 25,351 വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ 24,646 താഴെ നിൽക്കുന്നിടത്തോളം കാലം 24,294 അതിന് താഴെ 23,924 ഈ ഒരു POC, അതായത് 23,846 എന്ന് പറഞ്ഞാൽ 23,600 വന്ന ആ വീക്കിൻ്റെ ജൂണിലെ ലാസ്റ്റ് എക്സ്പയറിങ് മുമ്പുള്ള വീക്കിൻ്റെ POC ആയ 23,850 അവൻ ടെസ്റ്റ് ചെയ്യാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു POC ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് 23,345 24,345. ഈ 24,345 അവൻ പൊട്ടുകയാണെങ്കിൽ 22,850
എന്ന് പറഞ്ഞാൽ 23,850 എന്ന് പറഞ്ഞാൽ ഈ POCയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 23,646 എന്ന് പറഞ്ഞാൽ ഈ BWAPൻ്റെ ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 25,000 25,350 അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 24,294 23,942 23,850 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊരു നിഫ്റ്റിയുടെ വ്യൂവാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി നിങ്ങൾക്ക് ഓർക്കും അറിയാൻ പറ്റും, ബഡ്ജറ്റ് നാളെ HDFC ബാങ്കിൻ്റെ റിലയൻസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. സോ അത് രണ്ടിൻ്റെയും മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കുമോ എന്ന് ബാധിച്ചുകൊണ്ടായിരിക്കും മാർക്കറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റോക്സ് നിങ്ങൾ ഓർത്തോളൂ, ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് 24,000 എന്ന് പറഞ്ഞൊരു ബെഞ്ച് മാർക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുക. 24,000 അല്ലെങ്കിൽ 23,850 എന്ന് പറഞ്ഞൊരു ബെഞ്ച് മാർക്ക് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടിരിക്കും. ആ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ സ്റ്റോക്സ് ആഡ് ചെയ്യാൻ നോക്കുക, ശ്രമിക്കുക. ആ 23,850 പൊട്ടുകയാണെങ്കിൽ മാത്രമേ വീണ്ടും ഒരു കറക്ഷനിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇല്ല എങ്കിൽ ഇവിടെ റൊട്ടേഷൻ ഒരു ബുള്ളിസ്റ്റ് ബെയറിസ്റ്റ് ആ ഒരു രീതിയിലേക്ക് പോയി ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്ന് മാർക്കറ്റ് വേണമെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് പ്ലേ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പം സ്റ്റോക്ക് ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 23,850 ഭാഗത്തൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ ട്രൈ ടു ബൈ സം സ്റ്റോക്സ്. നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്സുകൾ മേടിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കുറച്ച് റിവേഴ്സൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ 23,850 എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ലക്ഷ്മണരേഖയാണ്. അതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് സെൽ ഓഫിന് ചാൻസ് ഉണ്ട്. കാരണം അറിയാമല്ലോ, കാരണം അതൊരു ഇയർലി ഒരു പ്രത്യേക ഒരു ഡിമാൻഡ് സോണാണ്. അപ്പോൾ അങ്ങനെ താഴെ വരാൻ പോവുകയാണെങ്കിൽ അത് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് HDFC ബാങ്ക് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, കഴിഞ്ഞ കുറേ ദിവസന്മാർ അവൻ കൃത്യമായിട്ട് ഈ 1,630 ഈ 1,600 എന്ന് പറഞ്ഞ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിക്കുകയാണ്. സോ HDFC ബാങ്കിനെ സംബന്ധിച്ച് 1,600 താഴെ അവൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ HDFC ബാങ്ക് 1,561 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാനും 1,561 താഴെ നിൽക്കുകയാണെങ്കിൽ 1,520 എന്ന് പറഞ്ഞാൽ ഈ POC വരെയുള്ള ചാൻസ് HDFC ബാങ്കിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി മുകളിലോട്ടാണെങ്കിൽ HDFC ബാങ്കിനെ സംബന്ധിച്ച് ഈ 1,630 മുകളിൽ നിന്നാൽ 37 മുകളിൽ നിന്നാൽ മാത്രമേ HDFC ബാങ്കിൽ ഒരു ബൈ വരുള്ളൂ. 1,637 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 1,657 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 1,675 1,691 1,700 വരെയുള്ള ചാൻസ് HDFC ബാങ്കിന് വളരെ കൂടുതലാണ്. അപ്പോൾ HDFC ബാങ്കിനെ സംബന്ധിച്ച് 1,600 ഒരു ഇമ്പോർട്ടൻസ് ആണ്, ബെയറിഷ് റെഫറൻസ് ആണ്. 1,637 ബുള്ളിഷ് റെഫറൻസോ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി റിലയൻസ് എന്ന് പറയുമ്പോൾ റിലയൻസ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഒരു മിക്സഡ് റിസൾട്ടാണ്. റിലയൻസിൻ്റെ പെട്രോളിയത്തിൻ്റെ റിസൾട്ട് മാത്രമേ വീക്കായിട്ടുള്ളൂ. ബാക്കി ജിയോയുടെ റീറ്റെയിൽ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് റിലയൻസ് ഒരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, റിലയൻസും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്യുവർ റേഞ്ച് തന്നെ പൊക്കോണ്ടിരിക്കണം. ഇപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് 3,100 3,094 3,100 ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 3,060 അതിന് താഴെ 2,994 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, 3,200 മുകളിൽ റിലയൻസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ച് വളരെയധികം മൂവ്മെൻറ്റ് വരാനും അതൊരു 3,387 3,450 ഭാഗത്തേക്ക് റിലയൻസിനെ സംബന്ധിച്ച് കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഓർത്തോളുക, ഈ ലെവൽ ഈ വരുന്ന വീക്കിന് വേണ്ടിയിട്ടാണ്, ഈ ബഡ്ജറ്റിൻ്റെ വീക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെവലെല്ലാം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഈ ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ബഡ്ജറ്റിന് ഞാൻ പറയാം 23,850 എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. ആ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള സ്റ്റോക്സുകൾ മേടിക്കാൻ നോക്കുക, ട്രൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് വിൽക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡിപ്പ് ബൈയിങ് നോക്കുകയാണെങ്കിൽ 23,857 നിങ്ങളെ സംബന്ധിച്ച് ഒരു ലക്ഷ്മണ രേഖയാണ്. അല്ല എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 24,650 24,800 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റായി ഒരു 1000 പോയിൻ്റൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. ബഡ്ജറ്റ് 2024 വേണ്ടിയിട്ടുള്ള ആ വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനലൈസിസാണ് ഞാനിവിടെ തന്നത്. ഈ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സെറ്റപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വ്യൂസ് അറിയണമെങ്കിൽ ഇത് വ്യക്തമായിട്ട് കൊടുത്താൽ അവർക്ക് പ്രയോജനപ്പെടും. ഇപ്പോൾ അവർ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ എല്ലാവരും വ്യക്തമായ ഈ വീഡിയോ കാണുക. ബഡ്ജറ്റ് വീക്കിൻ്റെ വ്യൂസ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. എല്ലാവർക്കും പിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തോളുക, ഈ ബഡ്ജറ്റ് വീക്കിൽ ഓപ്ഷൻ്റെ പ്രീമിയം വളരെ കൂടുതലാവുകയാണെങ്കിൽ ട്രൈ ടു ഡൂ വിത്ത് മിനിമൽ ലോട്ട്.
റിസ്ക് മാക്സിമം കുറയ്ക്കുക. ഒരു ഡയറക്ഷണൽ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,800 മുകളിൽ വന്ന ഡയറക്ഷണൽ ട്രേഡിലേക്ക് നിങ്ങൾക്ക് പോവാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,900 അല്ല 53,200 മുകളിൽ വരെയാണെങ്കിൽ ഡയറക്ഷൻ ട്രേഡിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ 24,000 മുകളിൽ വരെയാണെങ്കിൽ ഡയറക്ഷൻ ട്രേഡിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ഷൻ ട്രേഡിലേക്ക് മോൾ സൈഡിലാണെങ്കിൽ അങ്ങനെ പോവാം. അല്ലെങ്കിൽ താഴെയാണെങ്കിൽ 24,800-350 താഴെ വരുമ്പോൾ താഴേക്കുള്ള ഡയറക്ഷൻ ട്രേഡിലേക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 52,000 പൊട്ടുകയാണെങ്കിൽ താഴേക്കുള്ള എടുക്കാം. നിഫ്റ്റി ആണെങ്കിൽ 24,450, 500 ആ റേഞ്ച് പൊട്ടുകയാണെങ്കിൽ താഴേക്കുള്ള എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെയും മുകളിലും നിങ്ങൾ ഡയറക്ഷൻ ട്രേഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സേഫായിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് കുറച്ച് സൂക്ഷിക്കുക, ഓപ്ഷൻ ബയേഴ്സ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇല്ല എങ്കിൽ അല്ലാതെ ചുമ്മാ വെറുതെ പോർഷൻ എടുത്ത് വെച്ച് പ്രീമിയം ഈറ്റ് ആവുകയാണെങ്കിൽ വെറുതെ നിങ്ങൾക്ക് പൈസ നഷ്ടമാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് വീക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ വിട പറയുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിട്ടിക്കൽ ടെക് വീഡിയോസ്.